യുദ്ധവിരാമത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ ലഭിക്കുന്നില്ല. 15ാം ദിവസത്തേക്ക് യുദ്ധം കടന്നിരിക്കുന്നു. ഇപ്പോഴിതാ കരയുദ്ധത്തിന്റെ സാധ്യതകൾ കൂടി തുറന്നിട്ടുകൊണ്ട് അമേരിക്ക 2500 പേരെ വഹിച്ചുകൊണ്ട് സൈനികരെ വഹിച്ചുകൊണ്ട് ഒരു കപ്പൽ അമേരിക്കൻ തീരത്തു നിന്ന് പുറപ്പെട്ടു എന്നതാണ് ലേറ്റസ്റ്റ് വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ ആക്രമണോത്സുകത ഇരുപക്ഷവും കാണിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസ്, ഓയിൽ ഫീൽഡുകൾ, എണ്ണ റിഫൈനറികൾ, എണ്ണ സംഭരണശാലകൾ, അവിടങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നു. പ്രത്യേകിച്ച് ഖാർഗ് ദ്വീപ്, ഇറാന്റെ ഖാർഗ് ദ്വീപിലേക്ക് ഉള്ള ആക്രമണം അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണെങ്കിൽ പോലും അവിടെയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നു പോകേണ്ടത് ഖാർഗ് ദ്വീപിൽ നിന്നുമുള്ള സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ആ ഒരു കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ എണ്ണപ്പാടങ്ങളല്ല ആക്രമിച്ചത് എന്ന് അമേരിക്ക പറയുമ്പോഴും യഥാർത്ഥത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് അവിടുത്തെ ഇറാന്റെ സേനാ സംവിധാനങ്ങൾക്കുണ്ടായത്. അതിനർത്ഥം ഇറാൻ ഒരുപക്ഷെ ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസിലേക്ക് സൗദി അറേബ്യയിലെയും ഖത്തറിലെയും ബഹ്റൈനിലെയും UAE-യിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് പുറമേ ഉള്ള സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ പിടിവിട്ടു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതൊരു വശത്ത് യുദ്ധം കടുക്കുകയാണ്. മറുവശത്ത് ചില ശുഭസൂചനകളും ലഭിക്കുന്നു. അതിൽ ഒന്ന് ഇന്ത്യൻ കപ്പലുകൾ, 2 ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രകൃതിവാതകവുമായി ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതകവുമായി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ സാധിച്ചു. ഇറാൻ അതിന് അനുമതി നൽകിയിരിക്കുന്നു. കാര്യമായ കുഴപ്പങ്ങളില്ലാതെ കടന്നു വരുന്നു. ഈ മാസം 17ാം തീയതിയോടെ ബോംബെ തുറമുഖത്ത് അടുക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായും അതൊരു തുടക്കമാണ്. 28 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് അപ്പുറത്തൊട്ട്, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. ഇതിന് തിരിച്ചെത്താൻ വിഭവങ്ങളുമായി, എണ്ണയുമായി, മറ്റു സാധനങ്ങളുമായി തിരിച്ചെത്താനുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ശുഭതർക്കമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, എണ്ണ കൂടുതൽ ഇടങ്ങളിൽ നിന്നും, ക്രൂഡ് ഓയിൽ കൂടുതൽ ഇടങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്യാനുള്ള സാഹചര്യവും ഒരുക്കിയിരിക്കുന്നു. 2 കപ്പലുകൾ, ഈ ലൈബീരിയൻ കപ്പലുകൾ ഇന്ത്യക്ക് വേണ്ടി എണ്ണ കൊണ്ടുവരുന്ന റഷ്യയിൽ നിന്നും വാങ്ങിയ എണ്ണ 2 കപ്പലുകളിൽ എത്തുന്നു. ക്രൂഡ് ഓയിൽ, അത് വലിയ ഒരു ക്വാണ്ടിറ്റി ക്രൂഡ് ഓയിലാണ് എത്തുന്നത്. ഇതൊരു സൂചനയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ പാചകവാത ക്ഷാമം രൂക്ഷമായി നിൽക്കുമ്പോഴും ചെറിയ ആശ്വാസത്തിനുള്ള വക മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതൊരു തുടക്കമായി ഒരു പ്രതിസന്ധിയായിരുന്നെ. ഹോർമൂസ് പൂർണ്ണമായി അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി അടയ്ക്കുന്നില്ല. സെലക്റ്റീവായി ചില രാജ്യങ്ങളുടെ ജലയാനങ്ങൾക്ക് അത് കടന്നു പോകാനുള്ള അനുവാദമുണ്ട് എന്നാണ് പറയുന്നത്. ചൈന ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് ചൈനയുടെ കപ്പലുകൾക്ക് സ്വാഗതം, റഷ്യയുടെ കപ്പലുകൾക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഇന്ത്യയുടെ കപ്പലുകളും നിബന്ധനകളോടുകൂടി ഇന്ത്യൻ കപ്പലുകൾക്കും കടന്നു പോകാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണോ വരുന്നത്? ഇതാണ് പ്രധാന ചോദ്യം. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക യുദ്ധത്തിന് കൂടി ആരംഭം കുറിക്കുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. അതായത് ഡോളർ ടേംസിലാണ് എണ്ണ കച്ചവടം നടക്കുന്നത് പൊതുവെ രാജ്യങ്ങൾ തമ്മിൽ. യുവാൻ ടേംസിൽ, യുവാൻ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ വ്യാപാരം നടത്തുന്ന ചൈനയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എണ്ണ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ ഭയരഹിതമായി സഞ്ചരിക്കാം എന്ന ഒരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അതിനർത്ഥം സെലക്റ്റീവാണ്. ഇറാൻ ഇപ്പോൾ ഹോർമൂസിൽ ബ്ലോക്കേഡ്, ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്നില്ല. അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ബാധകമാവുകയും ഇറാൻ തെരഞ്ഞെടുത്ത ചില രാജ്യങ്ങൾ, അത് റഷ്യ, ചൈന, ഒരുപക്ഷെ ഇന്ത്യ, അങ്ങനെ ചില രാജ്യങ്ങൾക്ക് അത് ബാധകമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷവും കാണുന്നു. അതുകൊണ്ടൊരു സൈനിക ബലാബലം എന്നതിന് പുറമെ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് കൂടി അമേരിക്കയെ കൊണ്ടുവരാൻ ഇറാൻ ശ്രമിക്കുന്നു. പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ അറബി ലോകത്തിന്റെ ഒരു ചിന്ത സമ്മർദ്ദത്തിന്റെ രൂപത്തിൽ അമേരിക്കയ്ക്ക് നേരെ വരികയും അങ്ങനെ അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിന്നാക്കം പോവുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഒരുപക്ഷെ ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെയൊരു യുദ്ധമൊക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും ഇപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ തന്നെയാണെങ്കിലും അത് നമ്മളുമായിട്ട് ഒന്നും ബാധിക്കില്ല, അല്ലെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലെന്നാണ് പലപ്പോഴും പറയുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിലൊക്കെ തന്നെ അവിടെ UAE എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇറാൻ എന്ത് ചെയ്യുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയാണ്. പക്ഷേ ഇപ്പം വലിയ രീതിയിലാണ് തിരിച്ചടി നേരിടുന്നത്. നമുക്കറിയാം ഇപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ അടക്കം സിലിണ്ടറുകൾ ലഭ്യമാകുന്നില്ല എന്ന ഒരു തരത്തിലെത്തിയപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മളെ ഒരു യുദ്ധം എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അകലെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നു എന്ന് സാമാന്യവൽക്കരിച്ച് ലളിതവൽക്കരിച്ച് പറയുന്നൊരു പതിവുണ്ട്. പക്ഷെ ഈ യുദ്ധം അങ്ങനെയല്ല. ഇതുവരെയുള്ള സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു ത്രിതല കൺസേൺ, ആശങ്കകൾ ഇന്ത്യക്കുണ്ട്.
അതിൽ ഒരു തലം സ്വാഭാവികമായി ഇന്ത്യക്കാരായ ഏതാണ്ട് 90 ലക്ഷം പേർ, 1 കോടിയോളം പേര് വിവിധ രാജ്യങ്ങളിൽ, GCCയിലെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അപ്പൊ പ്രവാസി ലോകം ഒരാശങ്കയിലാണ്. തീർച്ചയായും ആ ഭാഗങ്ങളിൽ ബോംബാക്രമണം നടക്കുന്നു, മിസൈൽ വർഷം നടക്കുന്നു, ഡ്രോൺ ആക്രമണം നടക്കുന്നു. അതുകൊണ്ട് പ്രവാസികളുടെ ജീവനും സ്വത്തിനും ആര് സുരക്ഷ നൽകും? പ്രവാസികളുടെ ക്ഷേമം ആര് നോക്കും? ഏതെങ്കിലും കാരണവശാൽ പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നാൽ ഫോറിൻ റെമിറ്റൻസസിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ്? പ്രവാസികളുടെ വീട്ടിൽ ഇനി എങ്ങനെ തീ പോകുകയും അങ്ങനെയൊക്കെയുള്ള അവരുടെ പുനരധിവാസം എന്നിങ്ങനെയുള്ള സങ്കീർണമായ വിഷയങ്ങളാണ് ഒരു ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ എണ്ണ പ്രകൃതിവാതക ബ്ലോക്കേഡാണ്. ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യത്തിന്റെ ഏതാണ്ട് 50%-ലധികവും എണ്ണ ആവശ്യത്തിന്റെ, ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 40%-ലധികവും കടന്നു വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇത് പൂർണ്ണമായി അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായും ഓൾട്ടർനേറ്റ് മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അത് വിജയകരമായി തേടണമെങ്കിൽ ഏറെ കാലമെടുക്കും. വെനിസ്വേലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള എണ്ണ വാങ്ങിയെടുക്കാൻ കാലതാമസം ഉണ്ടാകും എന്നതുകൊണ്ട് താൽക്കാലിക പ്രതിസന്ധി വളരെ രൂക്ഷം തന്നെയായിരിക്കും. അതൊരു വലിയ കൺസേൺ ആണ്. മൂന്നാമത്തെ ഒരു കൺസേൺ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും ഒരുപോലെ ഷെയർ ചെയ്യുന്ന കൺസേൺ ആണ്. ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് പഴം, പച്ചക്കറി, മറ്റു കാര്യങ്ങൾ, അവശ്യ വസ്തുക്കൾ ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്ന മേഖല കൂടിയാണ് ഗൾഫ് പ്രദേശങ്ങൾ. GCC രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വലിയ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻവെന്ററീസ് വരികയാണ്. ലോഡ് കയറ്റി അയക്കാൻ സാധിക്കുന്നില്ല. പെരിഷബിൾ കമോഡിറ്റീസ് അതെല്ലാം നഷ്ടപ്പെടുന്നു, വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ അവിടെ സപ്ലൈസ് കിട്ടാതെ ഇരിക്കുന്നു. നമ്മുടെ പ്രവാസികൾക്കുൾപ്പെടെ ഗൾഫ് നാട്ടിലുള്ള ആളുകൾക്ക് എസെൻഷ്യൽ സപ്ലൈ കിട്ടാതെ ഇരിക്കുന്നു. അതൊരു വലിയ കൺസേൺ തന്നെയാണ്. അതാണ് മൂന്നാമത്തെ ഒരു കൺസേൺ. നാല്, ഇന്ത്യ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്? ഈ ഒരു വാർഫെയറിൽ ഇന്ത്യ പക്ഷം പിടിക്കാതെ അതേസമയം ഇന്ത്യയുടെ ഒരു വിഖ്യാത നയമായ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ, സമാധാനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയോ അല്ല എങ്കിൽ രണ്ട് പക്ഷത്തോടും സമഭാവനയിൽ പെരുമാറുകയും പ്രശ്ന പരിഹാരത്തിന് ഫോർമുല കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരു വിശാലമായ ദൗത്യം ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അത് ഇപ്പോൾ ഒരു ബാലൻസിങ് ആക്ടാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായി തള്ളിക്കളയാതെ ഇറാന്റെ കപ്പലിന് ഉൾപ്പെടെ അഭയം നൽകിക്കൊണ്ട് കൊച്ചി തീരത്ത്, കൊച്ചി തുറമുഖത്ത് ഇറാൻ കപ്പലുകൾ നേവൽ എക്സസൈസിന് വന്ന ഒരു കപ്പലിനെ ഇന്ത്യ അഭയം നൽകി എന്ന് പറയുമ്പോൾ വലിയ ഗുഡ്വില്ലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതേസമയം കൃത്യമായ സമയത്ത് ഇറാന് നേരെ നടന്ന ആക്രമണം അപലപിക്കാൻ കഴിയാതിരിക്കുകയും ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടപ്പോൾ അതിലുള്ള ആശങ്ക കൃത്യമായ സമയത്ത് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തതിന്റെ ഒരു ചെറിയ ഒരു തിരിച്ചടിയും ഉണ്ട്. അതുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട്, ഇറാനെ അപലപിക്കുന്ന പ്രമേയം, ഇറാൻ ആക്രമണത്തെ അപലപിക്കുന്ന പ്രമേയം കോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ ആ പ്രമേയം പാസ്സാവുകയും ചെയ്തു. അതേസമയം മറുപക്ഷത്ത് അമേരിക്കൻ ആക്രമണം, ഇറാന് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രങ്ങളിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ്. അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഇറാനെയും ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും അമേരിക്കയും ഒന്നും വെറുപ്പിക്കാതെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഗാഠമായ ചിന്തയിലാണ്. അതുകൊണ്ട് ഒരു പ്രഹേളികയാണ് ഡിപ്ലോമാറ്റിക് ബാലൻസിങ് എന്നത്. വലിയൊരു സങ്കീർണമായ ഒരു പ്രക്രിയയാണ്, പ്രഹേളികയും കൂടിയാണ്. അതുകൊണ്ട് മൂന്ന് കൺസേൺസും ഒരു വലിയ പ്രഹേളികയും ചേർന്നതാണ് ഇന്ത്യയുടെ ആകമാന ഒരു കൺസേൺ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.